ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവിലുള്ള ബേബി ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക്കും അതുപോലെ തന്നെ മുകളിൽ സ്ട്രാപ്പും വരുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു 1/2 മീറ്റർ തുണിയാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അതെടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മൊത്തം നമുക്ക് 4 പീസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് പറയാം. 20 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കുട്ടിയുടെ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ കറക്റ്റ് ലെങ്ത്ത് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ 20 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഒരു 11 ഇഞ്ച് വരും. രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോഴാണ് 11 ഇഞ്ച് വരുന്നത്. അപ്പോൾ 20 ഇഞ്ച് ലെങ്ത്തും 11 ഇഞ്ച് വിഡ്ത്തുള്ള തുണി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യണം. ആ ഒരു മാർക്കിങ്ങിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പീസിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫോൾഡ് ചെയ്യാനായിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം ആ ഒരു മാർക്കിങ്ങിൽ കൂടി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഇതുപോലെ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പീസ് ആകെ മതി നമുക്കിതിന്. പിന്നെ സ്ട്രാപ്പ് വയ്ക്കാനായിട്ട് ഒരു ചെറിയ പീസും കൂടെ വേണം. പിന്നെ ഒരു പീസ് എലാസ്റ്റിക്കും വേണം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ സ്ട്രാപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചും ലെങ്ത്ത് 9 ഇഞ്ചുമാണ്. 9 ഇഞ്ചിൽ ഞാനവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് സ്ക്വയർ പോലെ വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 പീസും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കണം. ഇപ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടും. എന്നിട്ട് നമുക്കതൊരു നീളത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് രണ്ടും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 10 ഇഞ്ച് നീളമുള്ള 2 ഇലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1.25 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ആ ഒരു സ്ട്രാപ്പ് ഒരു 4 ഇഞ്ച് വിഡ്ത്തിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ടെടുക്കുക. നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ തിരിച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, സ്കേർട്ടിൻ്റെ പോർഷൻ, അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു 3 ഇഞ്ചിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് മടക്കുക. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം താഴെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എലാസ്റ്റിക് ഇടുന്നത്. അത്രയും വിഡ്ത്ത് വേണ്ട. നമുക്ക് കുറച്ച് മുകളിലൊരു ഫ്രില്ല് പോലെ നിൽക്കാൻ പാകത്തിന് നമുക്ക് അത് മടക്കി അടിക്കേണ്ടതുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ആ എലാസ്റ്റിക് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ എലാസ്റ്റിക് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചൊരു വിഡ്ത്ത്, അതായത് ഒരു പോയിൻ്റ് ഒന്ന് കൂടുതലിടുക. കാരണം നമുക്ക് എലാസ്റ്റിക് കറക്റ്റ് ആ ഒരു അളവിൽ വരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറ്റി കഴിയുമ്പോൾ ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ കുറച്ചൊരു എലാസ്റ്റിക്കിനേക്കാളും ഒരു പോയിൻ്റ്, നമ്മുടെ ടേപ്പിൽ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് ഒന്ന് കൂടുതൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാം. കടത്തി വിട്ടതിന് ശേഷം അതിൻ്റെ 2 സൈഡും ഒന്ന് അടിച്ചെടുക്കുക. അതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും എലാസ്റ്റിക് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ. ആദ്യം നമ്മൾ 2 സൈഡും ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു 10 ഇഞ്ചാണ് അതിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്റർ 5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഒരു 2 ഇഞ്ച് 2 സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പീസിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ പീസിലും കൂടെ മാർക്ക് ചെയ്യണം. സെൻറ്റർ 5 ഇഞ്ചിലാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിലാണ് നമുക്ക് ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ട്രാപ്പ് കറക്റ്റ് ആ 2 ഇഞ്ച് പോയിൻറ്റിൽ വെച്ചിട്ട് നമുക്ക് മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 തവണ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് വിട്ടുപോരും. അപ്പോൾ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ്, അതായത് ബാക്ക് സൈഡും കൂടെ വെച്ചിട്ട് അതും കൂടെ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ ഓൾറെഡി എലാസ്റ്റിക് ഇടാനായിട്ടൊരു ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ നേരെ. അപ്പോൾ ആ ഒരു ലൈനിനൊപ്പം ചെയ്യുകയാണെങ്കിൽ അറിയാതിരിക്കും, നമുക്ക് കൂടുതൽ സ്റ്റിച്ചൊക്കെ വരാതിരിക്കും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കുക. കറക്റ്റ് ആ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തേക്കണേ ആ ഒരു ലൈനിൽ ഈ ഒരു സ്ട്രാപ്പിൻ്റെ എൻഡ് ഭാഗം വരത്തക്ക രീതിയിൽ വെക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 സൈഡ് നമുക്ക് 1 2 അല്ലെങ്കിൽ 3 സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് അത് അവിടെ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ 2 സൈഡും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി അതിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ലൂസായിട്ട് കിടക്കുന്ന ഒരു ഫ്രോക്ക് ആയതുകൊണ്ട് ഷേപ്പിൻ്റെ ആവശ്യമില്ല. 2 സൈഡിലും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡിയാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ കട്ട് പീസുകളോ അങ്ങനെ എന്തെങ്കിലും തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഫ്രോക്കാണിത്. വെറും 1/2 മീറ്റർ തുണി മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഒരു 2 പീസ് എലാസ്റ്റിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്കാണിത്. ഇത് ഏകദേശം ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ അളവിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ എലാസ്റ്റിക്കിൻ്റെയൊക്കെ വിട്ട് അല്ലെങ്കിൽ നല്ല മുറുക്കമുള്ള എലാസ്റ്റിക്കാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ നീളത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഇപ്പോൾ 10 ഇഞ്ച് എന്നുള്ളത് 11 ഇഞ്ച് വേണമെങ്കിൽ ആക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.